ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് പനീർ ടിക്കയാണ്. അപ്പോൾ നമുക്ക് പനീർ ടിക്ക തയ്യാർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നമ്മളിവിടെ 400 ഗ്രാം ചീസാണ് എടുത്തിരിക്കുന്നത്. ചീസ് നമ്മൾ ഈ കാണുന്നത് പോലെ കട്ട് ചെയ്തതാണ്. നമ്മൾ കടലമാവ് ഒരു പാനിൽ വറുത്തെടുക്കുകയാണ്. കടലമാവിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളിത് വറക്കണം. ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ടിക്കയ്ക്ക് നല്ല മണമായിരിക്കും ഉണ്ടാവുക. മറ്റ് നമുക്കൊരു പച്ച മണമായിരിക്കും ഇതിനുണ്ടാവുക. ഏകദേശം നമ്മുടെ കടലമാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏകദേശം ചെറിയൊരു നിറം മാറുമ്പോൾ നമുക്ക് ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളൊരു ബൗളെടുക്കുന്നു. ബൗളിലേക്ക് തൈര് ഒഴിക്കുന്നു. ഗരം മസാല 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഒരു അര മുറി നാരങ്ങയെ നമ്മൾ ഇതിൽ ചേർക്കുന്നു. നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കടലമാവ് ചേർക്കുകയാണ്. കടലമാവ് ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുന്നു. വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നു ഇതിലേക്ക്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർക്കുകയാണ്. ഇത് കുറച്ച് കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് തൈര് ചേർത്തത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുകയാണ് നിറത്തിനായിട്ട്. നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കൻ, അതുപോലെ പനീർ, ഉള്ളി ഇവ കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് വെക്കണം. ഞാനിവിടെ നേരത്തെ തയ്യാർ ചെയ്ത് വെച്ചതാണിത്. നമുക്ക് ഈ പനീർ എങ്ങനെ നമുക്കിത് തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മളിതിൽ ഈ സ്റ്റിക്കിൽ പനീർ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം, വീണ്ടും പനീർ വയ്ക്കുന്നു. വീണ്ടും നമ്മൾ ഇതിലേക്ക് സവോള വയ്ക്കുന്നു, വീണ്ടും പനീർ വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ ഒന്നിടവിട്ടാണിത് വയ്ക്കുന്നത്. വീണ്ടും നമ്മൾ ക്യാപ്സിക്കം വയ്ക്കുന്നു. നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് വയ്ക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് കൂടുതലായിട്ട് കരിയാതെ നമ്മൾ നോക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി വരണം. ഇത് അതിനുശേഷം നമ്മൾ വളരെ കുറച്ച് ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി വരുന്നത് വരെ ഇത് ചെറുതീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ടിക്ക തയ്യാറായി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.